എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട എങ്ങനെ അറിയാമോ? വചനം വായിക്കുമ്പോൾ നമുക്കറിയാം ബൈബിളിൻ്റെ 30%ഓളം 30% പ്രവചനങ്ങളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കാലത്തിലൂടെ നിറവേറേണ്ട വിഷയങ്ങളാണ്, നമ്മുടെ ജീവിതത്തിൽ നിറവേറേണ്ട വിഷയങ്ങളാണ്. നിറവേറാത്ത ഒരു വിഷയവും ദൈവം പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ കർത്താവ് പറഞ്ഞ വചനങ്ങളെ ഇടയ്ക്കിടയ്ക്ക് ഓർത്ത് അതിനെ വിശ്വസിച്ച് പോകണം നല്ലതായിരിക്കും. പ്രത്യേകിച്ച് ഈ നിന്റെ ഐശ്വര്യം പുനഃസ്ഥാപിക്കുന്നൊക്കെ പറഞ്ഞില്ലേ, അതിടയ്ക്ക് പറഞ്ഞു നടക്കണം. അങ്ങനെയുള്ള സമയങ്ങളിൽ കരുണ കാണിക്കാൻ യാതൊരു ചാൻസും ഇല്ലാത്ത ആൾക്കാരോട് ഞാൻ കരുണ കാണിക്കുമെന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അങ്ങനെ ഒരു പ്രൊവിഷൻ ദൈവം പറഞ്ഞിട്ടുണ്ട്. അത് ആമോസ് 9:14. എന്റെ ജനമായ ഇസ്രായേലിന്റെ ഐശ്വര്യം ഞാൻ പുനഃസ്ഥാപിക്കും. എന്റെ ജനമായ ഇസ്രായേലിന്റെ ഐശ്വര്യം ഞാൻ പുനഃസ്ഥാപിക്കും. തകർന്ന നഗരങ്ങൾ പുനരുദ്ധരിച്ച് അവർ അതിൽ വസിക്കും. തകർന്നു പോയ കാര്യങ്ങൾ പുനരുദ്ധരിക്കുക. അപ്പം നിങ്ങളെ വീടിൻ്റെ അറ്റകുറ്റപ്പണി ചെയ്യാത്ത ആൾക്കാരാണെങ്കിലേ, ഇപ്പം മഴ കൊണ്ട് കാറ്റ് കൊണ്ടൊക്കെ വീടുകൾ ഡിലാപ്പിഡേറ്റ് ആയി പോയി ജീർണിച്ചു പോയ ആൾക്കാരല്ലേ, അത് കാണുമ്പോൾ നിങ്ങൾ ഈ വചനം പറയണം. കാര്യം എന്താ വെച്ചാൽ വചനം എന്ന് പറഞ്ഞാൽ അതിൻ്റെ വചനത്തിൻ്റെ ഉള്ളിലും അതിൻ്റെ ബാക്കിൽ നിൽക്കുന്ന ദൈവമാണ്. ആ വചനത്തെ നീ വിശ്വസിക്കുമ്പോൾ ദൈവത്തെയാണ് നീ വിശ്വസിക്കണത്. മനസ്സിലായി? ഇപ്പം അച്ഛൻ പറഞ്ഞ മനസ്സിലായ ഒരു വചനത്തെ വിശ്വസിച്ചാൽ എന്താണ്? അതിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു എന്നല്ലേ പറയണത്. അതിൽ യോഹന്നാൻ 1:1 പറയണത് എന്താണ്? അപ്പോൾ ഒരു വചനത്തെ വിശ്വസിച്ചാൽ നീ ദൈവത്തെയാണ് വിശ്വസിക്കുന്നത്. വചനം എന്താ പറയണത്? നിന്റെ ഐശ്വര്യം ഞാൻ പുനഃസ്ഥാപിക്കും. അപ്പോൾ ഇന്ന് മുഴുവൻ നീ അത് പറഞ്ഞു നടക്കണം. കർത്താവ് പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഐശ്വര്യം കർത്താവ് പുനഃസ്ഥാപിക്കുമെന്ന്. അപ്പം നമ്മളത് കുറേ നാളിങ്ങനെ പ്രാർത്ഥിച്ചിട്ട് കർത്താവെ ഈ വചനം ജീവിതത്തിൽ നിറവേറാൻ ഇടയാക്കണമേ. കാര്യം ആ വിഷയത്തിൽ എത്രയോ പ്രാവശ്യം എത്രയോ പേര് വിശ്വസിച്ച് പ്രസ്താവിക്കപ്പെട്ടിട്ടുണ്ടെന്ന് അറിയാമോ? കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളം നിന്നെയും നിന്റെ ഭവനത്തെയും നിന്റെ ജീവിതത്തെയും യേശുനാമത്തിൽ പ്രഭാതത്തിൽ ആശീർവദിക്കുന്നു. ആമേൻ.